ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നേന്ത്രപ്പഴം പുളിശ്ശേരിൻ്റെ റെസിപ്പിയാണ്. പുളിശ്ശേരിക്ക് നന്നായി പഴുത്ത ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. നേന്ത്രപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതാണ്. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. പഴമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേകും, അപ്പോൾ വെള്ളം കുറച്ച് മതി. 1/2 സ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർക്കുന്നുണ്ട്. ഉപ്പ് ആദ്യം കുറച്ച് ചേർക്കുന്നുള്ളൂ, പോരെങ്കിൽ ലാസ്റ്റ് നോക്കിയിട്ട് വീണ്ടും ചേർക്കാം. ഇനി ചേർക്കുന്നത് കറിവേപ്പിലയാണ്. ഇതിൽ നേന്ത്രപ്പഴത്തിൻ്റെ മധുരം ഈ ചാറിലേക്ക് ഇറങ്ങില്ല. പഴം കഴിക്കുമ്പോൾ മധുരം ഉണ്ടാകും, പുളിശ്ശേരിയിൽ ചാറിന് മധുരം ഉണ്ടാവില്ല. അപ്പോൾ അതിനായിട്ട് ഒരു മുറി വെല്ലം കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് മൂടി വെച്ച് വേവിക്കുക. പഴമായതുകൊണ്ട് തന്നെ 2 മിനിറ്റിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി പുളിശ്ശേരിക്ക് ആവശ്യമുള്ള അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, 1/4 സ്പൂണ് ചെറിയ ജീരകം. ഇനി ഒരു പച്ചമുളക് കൂടി ചേർക്കുന്നുണ്ട്. പച്ചമുളക് ഒന്നേ ചേർക്കുന്നുള്ളൂ. പഴം വേവിക്കാൻ വെക്കുമ്പോൾ മുളക് പൊടി ചേർത്ത കാരണം ഒരു പച്ചമുളക് മതി. ഇനി ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് അരച്ചെടുക്കാം. നേന്ത്രപ്പഴം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളം മുഴുവനായിട്ട് വറ്റിയിട്ടുണ്ട്. കുറച്ചേ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ, അത് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർക്കണം. അരപ്പ് ചേർത്തതിന് ശേഷം മിക്സിൻ്റെ ജാറ് കഴുകിയിട്ട് ആ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇതിൽ ചേർത്ത് തേങ്ങയുടെ പച്ചമുളകൊക്കെ മാറാനായിട്ട് ഒരു 2 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. മൂന്ന് മിനിറ്റ് നന്നായി തിളപ്പിച്ചിട്ടുണ്ട്. തേങ്ങയൊക്കെ നല്ലതുപോലെ യോജിച്ച് വന്നു. ഇനി ഇതിലേക്ക് തൈരാണ് ചേർക്കുന്നത്. 1/2 കപ്പ് തൈര് നന്നായി അടിച്ചെടുത്തതാണ്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് ചേർക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടും ചട്ടിൻ്റെ ചൂട് കൊണ്ട് തന്നെ ഇത് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇത് തിളയ്ക്കരുത്, തിളച്ച് കഴിഞ്ഞാൽ തൈര് പിരിയും. ഉപ്പ് നോക്കിയിട്ട് പോരെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഉപ്പ് കുറവുണ്ട്, കുറച്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇനി പുളിശ്ശേരിയിലേക്കുള്ള കടുക് വറുക്കാം. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവയിടുന്നുണ്ട്. ഉലുവ പൊടി ചേർക്കുകയാണെങ്കിൽ അത് ചേർക്കാം. ഞാനിവിടെ ഉലുവയാണ് ചേർക്കുന്നത്. ഉലുവ പൊട്ടി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കടുക് കൂടി ചേർക്കണം. ഒരു 1/4 സ്പൂണ് കടുകും ചേർക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം കുഞ്ഞുള്ളി വട്ടത്തിൽ മുറിച്ചത് അതും കുറച്ച് ചേർക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി ഉള്ളി ബ്രൗൺ കളറാക്കി എടുക്കണം. അപ്പോൾ ഇത് കുഞ്ഞുള്ളിൻ്റെ കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇനി ആ ചൂടുള്ള എണ്ണയിലേക്ക് 1/4 സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തീ കത്തുണ്ടെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും, അതുകൊണ്ട് തീ ഓഫ് ചെയ്തിട്ട് വേണം മുളക് പൊടി ഇടാനായിട്ട്. ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ട് പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നേന്ത്രപ്പഴം കൊണ്ടുള്ള പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരണം. ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തണം. ഇതുപോലുള്ളൊരു നല്ലൊരു റെസിപ്പിയുമായി നാളെ വീണ്ടും കാണാം. ബൈ.